കുട്ടികളെ, അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഉമ്മ ടീച്ചർ. ഇന്ന് നമ്മൾ +2 മലയാളത്തിലെ അവസാനത്തെ അധ്യായം അവകാശങ്ങളുടെ പ്രശ്നം എന്നൊരു കഥയെക്കുറിച്ചാണ് പറയുന്നത്. കഥ മുഴുവൻ വായിക്കുന്നില്ല, കഥയുടെ ചുരുക്ക രൂപവും പറയും, അതിൻ്റെ അപഗ്രഥനമൊക്കെ നോക്കാം നമുക്ക്. അപ്പോൾ പി പത്മരാജനാണ് ഈ കഥ എഴുതിയത്. അപ്പോൾ നമ്മൾ ആദ്യം പി പത്മരാജനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ അവകാശങ്ങളുടെ പ്രശ്നം എന്നാണ് നമ്മളുടെ കഥയുടെ പേര്. പി പത്മരാജൻ എഴുതിയ ഒരു കഥ ശ്രദ്ധിക്കും. 1945 മെയ് 23 ആലപ്പുഴ ജില്ലയിലെ മുതുകുളത്ത് ജനിച്ചു. തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിൽ നിന്ന് ശാസ്ത്രത്തിൽ ബിരുദമെടുത്ത ശേഷം ആകാശവാണിയിൽ ഉദ്യോഗസ്ഥനായി. പ്രയാണം എന്ന ചലച്ചിത്രത്തിലൂടെ തിരക്കഥാകൃത്തായി. സ്വന്തമായി സംവിധാനം ചെയ്ത ചിത്രങ്ങൾ ഉൾപ്പെടെ 36 തിരക്കഥകൾ രചിച്ചു. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, കരിയില കാറ്റുപോലെ, ഞാൻ ഗന്ധർവൻ തുടങ്ങിയ സിനിമകൾ പത്മരാജനിലെ സംവിധായക പ്രതിഭയെ എടുത്തുകാട്ടുന്നവയാണ് ഈ ചിത്രങ്ങൾ. ദേശീയവും അന്തർദേശീയവുമായ നിരവധി ബഹുമതികൾ പത്മരാജന്റെ സിനിമകൾക്ക് ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡും നേടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രധാന സിനിമകളെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ജലജ്വാല, രതി നിർവേദം, നന്മകളുടെ സൂര്യൻ, നക്ഷത്രങ്ങളെ കാവൽ, ഋതുഭേദങ്ങളുടെ പാരിതോഷികം, ഇതാ ഇവിടെ വരെ, വാടകയ്ക്കൊരു ഹൃദയം, ശവവാഹനങ്ങളും തേടി, പെരുവഴിയമ്പലം, ഉദകപ്പോള, കള്ളൻ പവിത്രൻ, മഞ്ഞുകാലം നോറ്റ കുതിര, പ്രതിമയും രാജകുമാരിയും. ഈ വായിച്ച കാര്യങ്ങളെല്ലാം, ഈ പറഞ്ഞതെല്ലാം അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ ഉൾപ്പെടുന്നു. പ്രഹേളിക, മറ്റുള്ളവരുടെ വേനൽ, അപരൻ, പുകക്കണ്ണട, പത്മരാജൻ്റെ കഥകൾ, കരിയിലക്കാറ്റുപോലെ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കഥകളും കഥാസമാഹാരങ്ങളൊക്കെയാണ്. പിന്നെ കൂടാതെ പത്മരാജൻ്റെ തിരക്കഥകൾ. ഇത്രയും കാര്യങ്ങളാണ് പത്മരാജൻ്റെ കൃതികളെക്കുറിച്ചും സിനിമകളെക്കുറിച്ചൊക്കെ ഉള്ളത്. ഇനി പത്മരാജനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, ആധുനികതയുടെ കാലത്തു തന്നെ കഥയിൽ വ്യാപരിക്കുകയും ആധുനികതയുടേതായ അവബോധം ചില കഥകളിൽ ആവിഷ്കരിക്കുകയും ചെയ്ത കഥാകൃത്താണ് പി പത്മരാജൻ. എന്നാൽ ആധുനികതയുടെ നിയമങ്ങൾക്ക് വഴങ്ങാത്തതും കാൽപ്പനികവുമായ ചില കൗതുകങ്ങൾ അവശേഷിപ്പിക്കുന്നതായ കഥകൾ വഴിയാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോൾ പത്മരാജൻ്റെ കൃതികൾ, സിനിമകൾ, അദ്ദേഹത്തിൻ്റെ കഥകളുടെ ആ രീതികൾ എന്നൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ അവകാശങ്ങളുടെ പ്രശ്നം എന്ന ആ കഥയുടെ ആശയം ചുരുക്കി ഒന്ന് പറയാം. അപ്പോൾ ഇതിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ദിവാകരൻ. അദ്ദേഹം മാതാപിതാക്കളുടെ ഛായാപടങ്ങൾ തേടി മരിച്ചവരുടെ ഛായാപടങ്ങൾ വിൽക്കുന്ന തെരുവിലെത്തുകയാണ്. ആ തെരുവിൽ വെച്ച് അദ്ദേഹത്തിന് ഉണ്ടായ കാര്യങ്ങളും അദ്ദേഹം കണ്ടതും കേട്ടതുമായ കാര്യങ്ങളും അദ്ദേഹത്തിന് അവസാനം എന്ത് സംഭവിച്ചു എന്നൊക്കെ ഉള്ളതാണ് ഈ കഥയിൽ അനാവരണം ചെയ്യുന്നത്. നമുക്ക് കഥയിലേക്ക് പോകാം. മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവ്. ഒരാൾ ഉച്ചയ്ക്ക് വിയർത്തു കിതച്ച് അവിടേക്ക് കയറി ചെന്നു. അയാൾ ആദ്യമാണ് അവിടെ എത്തുന്നതെന്ന് അയാളുടെ പകച്ച നോട്ടം വിളിച്ചറിയിച്ചു. സ്വാഭാവികം, ഏറ്റവും ആദ്യം അപരിചിതമായ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടാലുള്ള അവസ്ഥ അത് അയാളുടെ മുഖത്തു നിന്ന് വായിച്ചറിയാമായിരുന്നു. ഛായാപടങ്ങൾ വിൽക്കുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ആ പകച്ച ഭാവം. അയാളുടെ പേര് ദിവാകരൻ എന്നാണ്. പ്രിയപ്പെട്ടവരുടെ ചിത്രങ്ങൾ വാങ്ങാനാണ് അയാൾ ഈ തെരുവിലെത്തിയിരിക്കുന്നത്. തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രങ്ങൾക്കു വേണ്ടി എല്ലായിടത്തും അന്വേഷിച്ച് കിട്ടാതെ എത്തിയതാണ് അയാൾ. ഈ തെരുവിൽ നിന്ന് കിട്ടുമെന്നറിഞ്ഞ് വന്നതാണ് ദിവാകരൻ. ആ വിവരം ശരിയാണെന്ന് ഒരു കച്ചവടക്കാരൻ നിസ്സംഗതയോടെ പറഞ്ഞു. കച്ചവടക്കാർക്ക് മാത്രം
സ്വായത്തമായ നിസ്സംഗതയോടെ പറഞ്ഞു എന്നാണ് കഥയിൽ. നിസ്സംഗതയോടെ പറഞ്ഞു. കച്ചവടക്കാർ എല്ലാ ചിത്രങ്ങളും പരിശോധിക്കാൻ ദിവാകരന് സ്വാതന്ത്ര്യം കൊടുത്തു. തെരുവിൻ്റെ 2 ഭാഗത്തുമുള്ള കടകളിൽ ധാരാളം ചിത്രങ്ങൾ തൂക്കിയിട്ടിരുന്നു. അവയുടെ എണ്ണം ദിവാകരനെ ഭയപ്പെടുത്തി. ഈ ചിത്രങ്ങളുടെ ആധിക്യം ദിവാകരനെ ഭയപ്പെടുത്തി എന്നാണ് കഥയിൽ. അപ്പോൾ ഈ ചിത്രങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രം തേടി വന്ന അയാൾക്ക് അസംഖ്യം ചിത്രങ്ങൾ നോക്കാനുള്ള അവസരം കൊടുത്തു കച്ചവടക്കാർ. പക്ഷേ ഈ ചിത്രങ്ങളുടെ എണ്ണം ദിവാകരനെ ഭയപ്പെടുത്തി. ആദ്യത്തെ കടയിൽ നിന്ന് അയാൾക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ കിട്ടിയില്ല. ദിവാകരൻ അടുത്ത കടയിലെത്തി. തൻ്റെ അന്വേഷണം തുടർന്നു. അവിടെ നിന്നും അയാൾക്ക് ആവശ്യമായ ചിത്രങ്ങൾ ലഭിച്ചില്ല. ഏതെങ്കിലും പടങ്ങൾ പോരേ എന്നാണ് കച്ചവടക്കാരൻ ചോദിക്കുന്നത്. ഒരു 3ാമത്തെ കടയിലെത്തിയപ്പോഴാണെന്നാണ് തോന്നുന്നത് കഥയിൽ. എന്താണ് 3ാമത്തെ കടയിലെത്തിയ എത്തിയപ്പോൾ ദിവാകരനോട് കച്ചവടക്കാരൻ ചോദിക്കുകയാണ്, ഏതെങ്കിലും ചിത്രങ്ങൾ പോരേ എന്ന്. അപ്പോൾ ഇയാൾ അന്വേഷിച്ചു വരുന്നത് സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും ഛായാചിത്രങ്ങളാണ്. പക്ഷെ കടക്കാരൻ എന്താ ചോദിച്ചത്, ഏതെങ്കിലും ചിത്രങ്ങൾ പോരേ എന്ന്. എന്നാണ് കച്ചവടക്കാരൻ ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങളാണ് ഞാൻ തിരയുന്നത് എന്നതായിരുന്നു ദിവാകരൻ്റെ മറുപടി. വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ കണ്ടാൽ തിരിച്ചറിയുമെന്ന് എന്താണ് ഉറപ്പ്? അതാണ്, തിരിച്ചറിയുമെന്നതിന് എന്താണ് ഉറപ്പ് എന്നാണ് 3ാമത്തെ കച്ചവടക്കാരൻ ചോദിക്കുന്നത്. എനിക്കറിയാമെന്ന് പറഞ്ഞെങ്കിലും ആ ചോദ്യം ദിവാകരനെ വിഷമിപ്പിച്ചു. അപ്പോൾ ദിവാകരനെ വിഷമിപ്പിച്ച ഒരു ചോദ്യമായിരുന്നു ഏത്? വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ കണ്ടാൽ തിരിച്ചറിയുമെന്ന് എന്താണ് ഉറപ്പ് എന്നുള്ള ചോദ്യം. അന്ന് ഉച്ച കഴിഞ്ഞ് 10,000-കണക്കിന് ചിത്രങ്ങൾ ദിവാകരൻ പരിശോധിച്ചു. എല്ലാ പടങ്ങളും ഒരുപോലെയാണെന്ന് അയാൾക്ക് തോന്നി. സന്ധ്യയായപ്പോൾ 16ാമത്തെ കടയിൽ നിന്ന് വെറും കൈയോടെ ദിവാകരൻ ഇറങ്ങി. എന്ന് വെച്ചാൽ അയാൾ അന്വേഷിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രം മാത്രം അയാൾക്ക് കിട്ടിയില്ല. 1000-കണക്കിന് കടകളിൽ എത്ര മുഖങ്ങളിലൂടെ കണ്ണോടിച്ചാലാണ് തനിക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ ലഭിക്കാൻ പോകുന്നതെന്ന് അയാൾ അത്ഭുതപ്പെട്ടു. എന്നിട്ടും അയാൾ ശ്രമം ഉപേക്ഷിച്ചില്ല. രാത്രിയായതോടെ തെരുവിൽ വിളക്കുകൾ തെളിഞ്ഞു. ഓരോ കച്ചവടക്കാരനും സ്വന്തം കട ഭാവനാപൂർണമായി വെളിച്ചം കൊണ്ട് അലങ്കരിച്ചിരുന്നു. ആ വെളിച്ചത്തിനു പിന്നിൽ ചതിവുണ്ടെന്നു ദിവാകരൻ മനസ്സിലാക്കി. ഛായാപടങ്ങൾ സൂക്ഷിക്കുന്ന മുറികളിലെ വെളിച്ചത്തിന് ഒരേ സ്വഭാവമാണുള്ളത്. ഒരേ തരം പ്രകാശത്തിൻ്റെ ധാരാളിത്തത്തിൽ മുഖങ്ങൾക്കും ഏകതാനത വന്നിരിക്കുന്നു. അപ്പോൾ ആ വെളിച്ചത്തിന് പിന്നിൽ ഒരു ചതിവുണ്ട് എന്ന് ദിവാകരന് തോന്നി. രാത്രിയിലും ദിവാകരൻ അന്വേഷണം തുടർന്നു. ആവശ്യമുള്ള ചിത്രങ്ങൾ കൈക്കലാക്കുമെന്ന് അയാൾ പ്രതിജ്ഞയെടുത്തു. തനിക്ക് ആവശ്യമുള്ള മുഖങ്ങൾ ഏതെന്ന് അയാൾ അല്പാൽപമായി മറന്നു തുടങ്ങിയിരുന്നു. ഇത് അയാളെ ഭയപ്പെടുത്തി. പാതിരയായപ്പോൾ അയാൾ ക്ഷീണിതനായി. എങ്കിലും ക്ഷീണിതനല്ലെന്നു ഭാവിച്ചുകൊണ്ട് അയാൾ തെരച്ചിൽ തുടർന്നു. അസംഖ്യം ചിത്രങ്ങളുടെ നിരയ്ക്കു മുന്നിൽ എന്തു ചെയ്യണമെന്നറിയാതെ ദിവാകരൻ പകച്ചു നിന്നു. ദിവാകരന് തല കറങ്ങുന്നത് പോലെ തോന്നി. മുഖങ്ങളുടെ സാദൃശ്യം അയാളെ വിഷമിപ്പിച്ചു. സാദൃശ്യം എന്ന് പറഞ്ഞാൽ ഒരേ രൂപത്തിലുള്ളത്, ഒരേപോലെ ഉള്ളത് സാദൃശ്യം. മുഖങ്ങളുടെ സാദൃശ്യം അയാളെ വിഷമിപ്പിച്ചു. തനിക്കൊരിക്കലും ആ ചിത്രങ്ങൾ കിട്ടാൻ പോകുന്നില്ലെന്ന് അയാൾ സ്വയം മന്ത്രിച്ചു. അപ്പോൾ കടയ്ക്കുള്ളിലേക്ക് 2 കുട്ടികൾ കടന്നു വന്നു. അവരുടെ ചൊടിയുള്ള കാലടി ശബ്ദം ദിവാകരനെ ഭയപ്പെടുത്തി. അയാൾ മൂലയിലേക്ക് മാറി നിന്നു. പുറത്ത് തെരുവിൽ പ്രഭാതമെത്തുന്നത് ദിവാകരൻ കണ്ടു. ചിത്രങ്ങൾ നോക്കി കുട്ടികൾ ദിവാകരൻ നിൽക്കുന്ന സ്ഥലത്തെത്തി. ദിവാകരനെ കണ്ട് അവർ നിന്നു. കുട്ടികൾ അയാളെ സൂക്ഷിച്ചു നോക്കി. കുട്ടികളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവർ നിശബ്ദരായി കരയാൻ തുടങ്ങി. ദിവാകരൻ എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ നിന്നു. കുറച്ചു നേരത്തെ കരച്ചിലിനു ശേഷം കുട്ടികൾ കടക്കാരനെ അകത്തേക്ക് ക്ഷണിച്ചു. ദിവാകരനെ ചൂണ്ടി, ഈ പടമാണ്
ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. കടക്കാരൻ എന്ത് ചെയ്തറിയോ? ദിവാകരനെ ഒരു വലിയ കടലാസ് കൂട്ടിലാക്കി ഭംഗിയായി പൊതിയാൻ തുടങ്ങി. മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു തെരുവായിരുന്നല്ലോ അത്. അപ്പൊ പടം തിരഞ്ഞു വന്ന ഒരാൾ പടമായി മാറി, ശവമായി മാറി എന്ന രീതിയിലാണ് കഥ അവസാനിക്കുന്നത്. അപ്പൊ ഇതാണ് കഥയുടെ ചുരുക്കം. നമുക്കിനി കഥയെ ഒന്ന് അപഗ്രഥിക്കാം. ഈ കഥയിലെ ചില ആശയങ്ങളൊന്നും പിടികിട്ടാതെ വന്നിട്ടുണ്ടോ, എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കഥയുടെ ഒരു അപഗ്രഥനം നടത്തി നോക്കാം. ആൾക്കൂട്ടത്തിൽ ഒറ്റയായി പോകുന്ന മനുഷ്യന്റെ വ്യഥകളും സ്വന്തം മുഖം എവിടെ എന്ന് തിരഞ്ഞു പോകേണ്ടി വരുന്ന വ്യക്തികളുടെ സന്നിഗ്ധതകളും ആധുനികതയുടെ ആധുനികതയുടെ കലാ ആവിഷ്കാരങ്ങൾക്ക് വിഷയമായിട്ടുണ്ട്. വിപണിയുടെ കാപഢ്യങ്ങളും നഗരവൽക്കരണത്തിന്റെ സങ്കീർണ ഘടനയും എല്ലാം അതിന്റെ തോത് വർദ്ധിപ്പിച്ചു. ഈ ഒരു പശ്ചാത്തലത്തെ പ്രതിഭകൾ കലാബോധത്തോടെ നേരിട്ടതിന്റെ ഫലമാണ് ആധുനികതയുടെ കലാസങ്കല്പങ്ങളും സൃഷ്ടികളും. അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയിൽ പി പത്മരാജൻ അസ്തിത്വ അന്വേഷണത്തിന്റെ വ്യർത്ഥതകളും അറിവ് മുറിവായി തീരുന്ന വിപര്യങ്ങളും ഒരു ചലച്ചിത്ര അനുഭവം പോലെ സ്പർശനക്ഷമമാക്കുന്നുണ്ട്. നോക്കാം ഇനിയിപ്പോൾ നമ്മുടെ ദിവാകരന്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവിലേക്ക് നട്ടുച്ചയ്ക്ക് വിയർത്ത് കിതച്ചെത്തുന്ന ദിവാകരൻ സ്വന്തം മാതാപിതാക്കളുടെ ചിത്രമാണ് അന്വേഷിക്കുന്നത്. ദിവാകരന്റെ പകപ്പുകളെയും പകച്ചുള്ള നോട്ടത്തെയും മറ്റും നിർവികാരതയോടെ സ്വീകരിക്കുന്ന കച്ചവടക്കാരൻ വിപണിയുടെ യാന്ത്രിക ഘടനയുടെയും നിസ്സംഗതാ മനോഭാവത്തിന്റെയും പ്രതിനിധിയാണ്. എന്നുവെച്ചാൽ ആ പകച്ചു നോട്ടത്തോടെ വന്നെത്തിയ ദിവാകരനെ സ്വീകരിക്കുന്ന കച്ചവടക്കാരന്റെ മുഖഭാവത്ത് നിസ്സംഗതയാണ് എന്നാണ് പറഞ്ഞത്. തെരുവിന്റെ ഇരുഭാഗത്തുമുള്ള കടകളിൽ തൂക്കിയിട്ടിരിക്കുന്ന അസംഖ്യം ഛായാപടങ്ങളിൽ തിരഞ്ഞ് ഹതാശനാവുകയാണ് ദിവാകരൻ. ഹതാശനാവുക എന്ന് പറഞ്ഞാൽ ആശയില്ലാത്തവനായി മാറി ദിവാകരൻ. എന്ന് വെച്ചാൽ താൻ ഉദ്ദേശിക്കുന്ന ചിത്രങ്ങൾ തനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആകെക്കൂടി ആശയറ്റവനായി മാറി ദിവാകരൻ. രാപ്പകൽ ഭേദമില്ലാതെ എണ്ണി തിട്ടപ്പെടുത്താനാകാത്ത അത്രയധികം ചിത്രങ്ങളുമായി അസംഖ്യം കടകൾ ഉപഭോക്താവിനു വേണ്ടി വായും പിളർന്നിരിക്കുന്നു. തനിക്ക് വേണ്ടപ്പെട്ട ചിത്രങ്ങൾ കണ്ടെത്തുക എന്നത് ദിവാകരനെ സംബന്ധിച്ചിടത്തോളം ക്ലേശകരമായ ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. വെളിച്ചത്തിന്റെ ദൂർത്താൽ ചതിക്കപ്പെട്ട ഒരു അന്വേഷിയായി ദിവാകരൻ മാറുകയാണ്. ദിവാകരൻ എന്ന പേരിനെ പോലും കബളിപ്പിക്കുന്ന വിപണിയുടെ ക്രൂര കിരണങ്ങളേറ്റ് വാടിത്തളരുകയാണ് വെളിച്ചഹേതുവായ ദിവാകരൻ. എന്ന് വെച്ചാൽ ദിവാകരൻ എന്ന വാക്കിന്റെ അർത്ഥം സൂര്യന്റെ പര്യായമാണ്. സൂര്യൻ എന്നാണ് ദിവാകരൻ എന്ന പദത്തിന്റെ അർത്ഥം. മാതാപിതാക്കളുടെ ചിത്രങ്ങൾ വാങ്ങാൻ വന്ന വിപണിയുടെ സമുദ്രത്തിൽ തുഴയില്ലാതെ കുഴഞ്ഞു വീണ ദിവാകരന് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് 6ഉം 7ഉം വയസ്സായ 2 കുട്ടികളെയാണ്. ചൊടിയുള്ള കാലടി ശബ്ദത്തോടെ വന്ന അവർ ദിവാകരൻ അടുത്തെത്തി നിറകണ്ണുകളോടെ നോക്കി. ദിവാകരൻ എന്ന ഛായാപടത്തെ പർച്ചേസ് ചെയ്യുന്നു. ഒരു കടലാസ് കൂട്ടിലാക്കി കടക്കാരൻ ദിവാകരനെ ഭംഗിയായി പൊതിയാൻ തുടങ്ങുന്നു. മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവിൽ ജീവിക്കുന്നവരുടെ അസ്തിത്വം ദുശകനമാകുന്നത് കഥാകൃത്ത് വെളിപ്പെടുത്തുന്നു. എന്ന് വെച്ചാൽ തൻ്റെ മരിച്ചുപോയ മാതാപിതാക്കളുടെ ഛായാപടങ്ങൾ തേടി നടന്ന് അവസാനം ഒരു ഛായാപടത്തിന്റെ അവസ്ഥയിലേക്ക് മാറിയ ദിവാകരൻ എന്ന കഥാപാത്രത്തെയാണ് നമ്മളിവിടെ കണ്ടത്. നാം നമുക്കു തന്നെ അപരിചിതമാവുന്ന പ്രശ്ന പരിസരമാണ് ഇവിടെ അവകാശ പ്രശ്നമായി മാറുന്നത്. നാം നമുക്ക് തന്നെ അപരിചിതരാവുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ടൊരു പോയിന്റ്. മാതാപിതാക്കളുടെ ഛായാപടം അന്വേഷിച്ച് അലയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായല്ലോ? എന്തിലും കച്ചവട സാധ്യത കാണുന്ന, എന്തിനേയും വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്ന ഉപഭോഗ സംസ്കാരത്തിന്റെ ക്രൂരത ഇവിടെ കാണാം. പണം മാത്രമാണ് വിപണിയിൽ മൂല്യവത്താകുന്നത്, മറ്റെല്ലാം അവിടെ അപ്രസക്തം.
അപ്പോൾ നമ്മുടെ വിപണിയുടെ ഒരു പ്രത്യേകത കൂടിയാണ് ഇവിടെ പറഞ്ഞത്. പണമാണ് അവിടെ മൂല്യവത്താവുന്നത്, മറ്റെല്ലാം അവിടെ എന്താണ്, മറ്റെല്ലാ മൂല്യങ്ങളും അവിടെ അപ്രസക്തമാണ്. അപ്പോൾ അതുപോലെ ഉൽപ്പന്നം തേടി സ്വയം ഉൽപ്പന്നമായി മാറുന്ന ദിവാകരൻ ഈ ഒരു പരുക്കൻ യാഥാർത്ഥ്യത്തിൻ്റെ തെളിവാണ്. ഉപഭോക്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് നിന്നു കൊടുക്കാതെ ഉൽപ്പന്നങ്ങളുടെ പ്രളയത്തിൽ അവനെ മുക്കിക്കളയുന്ന വിപണന തന്ത്രം കൂടി ധ്വനിപ്പിക്കാൻ കഥാകൃത്തിന് കഴിയുന്നു, ഈ പത്മരാജന് കഴിയുന്നു. അപ്പോൾ ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ ആ ഒരു വലയിൽപ്പെട്ട് നട്ടം തിരിയുന്ന ഒരു കഥാപാത്രമാണ് ദിവാകരൻ. അതിനനുസരിച്ചുള്ളൊരു ചോദ്യമുണ്ട് ടെക്സ്റ്റിൽ, അതിനുള്ള ഉത്തരം കൂടിയാണ് ഈ പറയുന്ന കാര്യങ്ങൾ. തലമറന്ന് എണ്ണ തേക്കുന്നവർക്ക് കപട വൈകാരികതയുടെ വികൃത മന്ദഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. ഒരു കടയിൽ കണ്ടത് വേറൊരു കടയിൽ കാണുകയില്ലല്ലോ അല്ലേ എന്ന് ദിവാകരൻ ചോദിക്കുമ്പോൾ അങ്ങനെ ഉറപ്പൊന്നുമില്ല എന്ന് വികൃത മന്ദഹാസത്തോടെ കടക്കാരൻ മറുപടി പറയുന്നു. നഷ്ടപ്പെടുത്തിയതെല്ലാം തിരിച്ചു പിടിക്കാനാവുമെന്ന ദിവാകരന്റെ ധാർഷ്ട്യം എന്തും കച്ചവട ചരക്കായി മാറിയ ലോകത്ത് അപഹാസ്യമാവുകയാണ്. അവൾ പോയിന്റ് ശ്രദ്ധിക്കുക, എന്തും കച്ചവട ചരക്കായി മാറിയ ലോകത്ത് അപഹാസ്യമാവുകയാണ്, എന്തും തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ദിവാകരന്റെ ആ വിശ്വാസം. ഏതെങ്കിലും കുറെ പടങ്ങൾ പോരെ എന്ന് കടക്കാരൻ ചോദിക്കുമ്പോൾ കണ്ടവന്റെ ഒന്നും പടം എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന ദിവാകരൻ അസംഖ്യം ഛായാപടങ്ങൾക്ക് മുന്നിൽ തനിക്ക് വേണ്ടത് എന്താണെന്ന് അറിയാതെ കുഴഞ്ഞു പോകുന്നുണ്ട്. നാഗരികത പ്രസരിപ്പിക്കുന്ന ഭ്രമാത്മക വെളിച്ചത്തിൽ ആവശ്യമുള്ള ചിത്രം തിരഞ്ഞെടുക്കാൻ കഴിയാതെ പോകുന്ന ദിവാകരൻ വ്യർത്ഥമായ ആവർത്തനത്തിൽ സ്വയം നഷ്ടപ്പെടുകയായിരുന്നു, അല്ലെങ്കിൽ നഷ്ടപ്പെടുകയാണ്. വ്യർത്ഥമായ ആവർത്തനത്തിൽ സ്വയം നഷ്ടപ്പെടുകയാണ്. വെളിച്ചം, ഇരുട്ട് എന്നീ സ്വാഭാവിക സമയ കാല നിർണയങ്ങളെ അപ്രസക്തമാക്കുന്ന വിശാലമായ കാലം ഈ കഥയിലുണ്ട്. മരണം അതിൻ്റെ സൂചനയാണ്. മരിച്ചവരുടെ ഛായാപടം എന്ന കൽപ്പന തന്നെ ആ കാൽപ്പനികമാകുന്നു. ഒട്ടും ആർഭാടമില്ലാത്ത ഭാഷയിൽ കഥ പറഞ്ഞ് ഏകദാനമായ കാൽപ്പനിക ജീർണതയെ പത്മരാജൻ പ്രതിരോധിക്കുന്നു. അതുപോലെ അതിൽ പ്രധാനമായിട്ട് എന്തൊക്കെയാ, ഛായാപടങ്ങളുടെ ആ ഒരു ധാരാളിത്തം, സമുദ്രം, പ്രകാശത്തിൻ്റെ പ്രത്യേകതകൾ, വെളിച്ചത്തിന് പിന്നിലെ ചതിവ്, ഈ പ്രയോഗങ്ങൾ കാഴ്ചയുടെ പതിവ് വഴക്കങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലാതാക്കുന്നു. ചലച്ചിത്രനിഷ്ഠമായ ആഖ്യാനത്തെ കഥാകൃത്ത് ഈ കഥയിൽ കൊണ്ടുവരുന്നുണ്ട്. ഒരു പകലും രാത്രിയും ഉദിച്ചു നിന്നസ്തമിക്കുന്ന ദിവാകരനാണ് ഈ കഥയിലെ നായകൻ. ചലച്ചിത്രകാരനായ പത്മരാജന്റെ സർഗാത്മക വ്യക്തിത്വം നിഴലും വെളിച്ചവും കലർത്തി കഥയ്ക്ക് കൂടുതൽ മിഴിവ് നൽകുന്നുണ്ട്. പടം അന്വേഷിച്ച് പടമാകുന്ന എന്ന് വെച്ചാൽ മരിച്ചു പോകുന്ന, പ്രശ്നപരിഹാരം തേടി സങ്കീർണമാകുന്ന അന്വേഷണങ്ങളുടെ അസ്തമിക്കുന്ന ശൂന്യതാബോധത്തിൻ്റെ മറുപുറം അന്വേഷിക്കുന്ന പടം പിടുത്തക്കാരനായ കഥാകൃത്തിനെ പത്മരാജന്റെ ഈ കഥയിൽ കാണാം. അതുപോലെ നമ്മൾ ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഇവിടെ പറയണത്. ഫോട്ടോകൾക്ക് സമകാലിക സമൂഹത്തിലുണ്ടായ പരിണാമത്തെക്കുറിച്ച് ആലോചിക്കാനും പത്മരാജന്റെ കഥ വായനക്കാരെ പ്രേരിപ്പിക്കുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ഫോട്ടോകളിൽ നിന്ന് അതിൻ്റെ സാധ്യതകൾ ഇന്ന് ഏറെ വളർന്നിട്ടുണ്ട്. ഫോട്ടോ ഒരു അപൂർവ വസ്തുവായിരുന്നിടത്തു നിന്ന് അത് ഡിജിറ്റൽ സെൽഫിയിലേക്ക് മാറി. സാങ്കേതിക വിദ്യയുടെ വളർച്ച മനുഷ്യഭാവനയെയും അവൻ്റെ സ്വാഭാവികതകളെയും മാറ്റിമറിക്കുന്നു എന്ന് ഇത് നമ്മെ ബോധ്യപ്പെടുത്തും. ചിത്രം എപ്പോഴും മറുപുറത്തെ ഒളിപ്പിച്ചു വെക്കുന്നു. ജീവിതത്തിൻ്റെ മറുപുറം തപ്പാനുള്ള അവകാശത്തിൻ്റെ പ്രശ്നത്തെ നിരാകരിക്കുകയാണ്, അല്ല അവകാശത്തിൻ്റെ പ്രശ്നത്തെ ചിത്രീകരിക്കുകയാണ്, അല്ലെ നിർദ്ധരിക്കുകയാണ് പത്മരാജന്റെ ഈ കഥ, അവകാശങ്ങളുടെ പ്രശ്നം എന്ന ഈ കഥ. അപ്പോൾ ഈ കഥയിലൂടെ പത്മരാജൻ പറയുന്നത് എന്താണ്, ഉപഭോക്തൃ സംസ്കാരത്തിന്റെ ആ ഒരു ആഴപ്പരപ്പിൽ മുങ്ങിപ്പോകുന്ന, ഉൽപ്പന്നങ്ങളുടെ ധാരാളിത്തത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു ഉപഭോക്താവിന്റെ, ഉപഭോക്തൃ സംസ്കാരത്തിന്റെ അവസ്ഥാവിശേഷത്തെ സൂചിപ്പിക്കുന്നുണ്ട്.
പിന്നെ അതുപോലെ വെളിച്ചം ചതിവിനുള്ളൊരു ഉപാധിയാണ് എന്ന ഒരു രീതിയിലുള്ള ആശയം ഇവിടെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ യാഥാർത്ഥ്യത്തിൻ്റെയും ആ യാഥാർത്ഥ്യത്തിൻ്റെയും അതിരുകൾ എങ്ങനെയാണ് കഥകളിൽ നിലനിൽക്കുന്നതെന്ന് നമ്മളൊരു കഥയിൽ കണ്ടു. ഏതാണത്? രണ്ടാമത്തെ കഥ എന്ന് വെച്ചാൽ നമ്മുടെ ആ യൂണിറ്റിലെ ആദ്യത്തെ കഥ. ഒന്നാമത്തെ ചാപ്റ്റർ ഏതായിരുന്നു? കണ്ണാടി കാണുമോളോ എന്നുള്ള കവിതയാണ്. രണ്ടാമത്തെ അധ്യായം പ്രകാശം ജലം പോലെയാണെന്നുള്ള കഥയിൽ യാഥാർത്ഥ്യവും അയാഥാർത്ഥ്യവും കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെയുള്ള ഒരു ആശയം തന്നെയാണ് ഇവിടെ അവകാശങ്ങളുടെ പ്രശ്നം എന്ന ഈ കഥയിൽ പറയുന്നത്. പത്മരാജന്റെ അവകാശങ്ങളുടെ പ്രശ്നം എന്ന രചനയിലും അതുപോലെ യാഥാർത്ഥ്യത്തിൻ്റെയും ആ യാഥാർത്ഥ്യത്തിൻ്റെയും ചില രേഖകളുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ. അതിരുകൾ മാഞ്ഞു പോകുന്നതിൻ്റെ ദൃശ്യം നമുക്ക് കാണാം. 2 കഥകളിലും ഉണ്ട്. ഈ യൂണിറ്റിലെ 2 കഥകളാണ്. ഈ 2 കഥകളെയും എന്ത് ചെയ്യാണ്? കഥാസന്ദർഭങ്ങൾ കണ്ടെത്തി വിലയിരുത്താൻ ഉള്ളൊരു ചോദ്യമുണ്ട്. അതൊന്ന് മനസ്സിലാക്കി എഴുതാൻ കഴിയും ഈ 2 കഥകളുടെ ആശയങ്ങൾ കേട്ട് കഴിഞ്ഞാൽ. പ്രകാശം ജലം പോലെയാണെന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കഥ അവകാശങ്ങളുടെ പ്രശ്നം എന്നുള്ള കഥയിലെ കാര്യവും പറഞ്ഞു. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും മറ്റും നോക്കുക. ഇനി എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ? അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയിൽ ഫോട്ടോ എന്ന വസ്തുവിനെ ദിവാകരൻ, കുട്ടികൾ എന്നീ കഥാപാത്രങ്ങൾ സമീപിക്കുന്ന രീതിയിലല്ല നമ്മുടെ കച്ചവടക്കാർ സമീപിക്കുന്നത്. ഇത് എത്രത്തോളം ശരിയാണെന്ന് വ്യക്തമാക്കാൻ എന്ന രീതിയിലൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അതുപോലെ ഉൽപ്പന്നങ്ങളുടെ ധാരാളിത്തത്തിൽ മുങ്ങിപ്പോകുന്ന ഉപഭോക്താവിൻ്റെ ധർമ്മസങ്കടം ആവിഷ്കൃതമാകുന്നൊരു കൃതിയാണ് അവകാശങ്ങളുടെ പ്രശ്നം എന്ന കൃതി എന്ന് പറഞ്ഞ കഥയാണ് അവകാശങ്ങളുടെ പ്രശ്നം. പി പത്മരാജൻ്റെ അവകാശങ്ങളുടെ പ്രശ്നം. അപ്പോൾ അതൊന്ന് വിലയിരുത്താൻ ഉള്ള ചോദ്യം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പത്മരാജൻ്റെ കഥകളിൽ ദൃശ്യഭാഷ കഥ പറച്ചിലിനുള്ള ഉപാധിയാകാറുണ്ട്. ഈ കഥയിലെ ഇത്തരം സന്ദർഭങ്ങൾ കണ്ടെത്തി അവ ഇതിവൃത്തത്തിന് എങ്ങനെ മിഴിവേക്കുന്നു എന്ന് വ്യക്തമാക്കുക, അല്ലെങ്കിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ പി പത്മരാജൻ്റെ അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയുടെ പ്രത്യേകതകൾ വിവരിച്ച് ഉപന്യാസം തയ്യാറാക്കുക എന്ന് ഒരു പ്രധാനപ്പെട്ട ചോദ്യം പറയുന്നുണ്ട്. ആ ചോദ്യത്തിന് ആവശ്യമുള്ള ഉത്തരങ്ങളാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ആ വിശദീകരണത്തിൽ ഉള്ളത്. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1ാമത്തെ യൂണിറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 1ാമത്തെ യൂണിറ്റിലെ 4 അധ്യായങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം.